ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 16 ഭാഗം. അമ്മേ നാരായണ. ലളിതാ ത്രിപുരസുന്ദരിയുടെ നാമം ചിന്മയി. ദേവിയെ ചിന്മയി എന്ന് വിളിക്കാൻ കാരണം ചിത്ത് എന്നാൽ ബോധം, ബുദ്ധി, മനസ്സ് എന്നൊക്കെ അർത്ഥം. ചിന്മയി എന്നാൽ ബോധസ്വരൂപിണി, പരമമായ അറിവ്, ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനമെല്ലാം നേടിയവൾ, അതിൻ്റെ എല്ലാം സ്രോതസ്സായിരിക്കുന്ന ദേവി ലളിതാംബികയെ ചിന്മയി എന്ന് വിളിക്കുന്നു. പരമാനന്ദ, നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം നമ്മൾ തന്നെയും മായയുടെ ഭാഗമാണ്. നമ്മൾ ഈ വ്യാകുലപ്പെടുന്നതുമായ കാര്യങ്ങളൊന്നും തന്നെ സത്യമല്ല, എല്ലാം സർവം മായയാണ് എന്ന പരിപൂർണമായ ബോധ്യമുണ്ടാകുമ്പോൾ അതെന്ത് നൽകുന്നു? പരമമായ ജ്ഞാനമുണ്ടാകുന്നു, പരമമായ ആനന്ദം നൽകുന്നു. അതിനാൽ ദേവി ലളിതാംബിക പരമാനന്ദയാണ്, സദാ ആനന്ദത്തിൽ ആറാടുന്നവളാണ് ദേവി. ഇനി നോക്കൂ, വിജ്ഞാന ഘനരൂപിണി. എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്? ആത്മജ്ഞാനം, ഞാൻ എന്താണ് എന്നുള്ള പൂർണ്ണമായ അറിവ്. അതുപോലെ ബ്രഹ്മജ്ഞാനം, ഞാൻ ഒരു വലിയ പ്രപഞ്ചശക്തിയുടെ ഭാഗമാണ് എന്ന അറിവ്, ബ്രഹ്മജ്ഞാനം. ഈ വിജ്ഞാനത്തിൻ്റെ ഘനരൂപമാണ്, ഈ ആത്മജ്ഞാനവും ബ്രഹ്മജ്ഞാനവും മുറ്റി നിൽക്കുന്ന ദേവി ലളിതാംബിക. ഇനി എന്താ? ധ്യാന ധ്യാതൃ ധ്യേയ രൂപ. 3 കാര്യങ്ങൾ. ധ്യാനം, മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കുന്ന മെഡിറ്റേഷൻ എന്ന പ്രോസസ്സ്. ധ്യാത, ധ്യാതാവ്, ധ്യാതൻ എന്നാൽ ധ്യാനിക്കുന്ന വ്യക്തി, ധ്യാനിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണ് ധ്യാത. ധ്യേയ, ആരെയാണോ മനസ്സിൽ ധ്യാനിക്കുന്നത് അവരാണ് ധ്യേയ. ധ്യാനം ധ്യേയം നരസിംഹം കേട്ടിട്ടുണ്ടായിരിക്കും സിനിമയിൽ. അപ്പോൾ ഇവിടെ ധ്യാനിക്കുക എന്ന പ്രവൃത്തി, ധ്യാത, ധ്യാനിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആരെയാണോ ധ്യാനിക്കുന്നത്, ധ്യേയ എന്ന രൂപം, ഇത് 3ഉം ശ്രീ ലളിതാംബിക തന്നെയാകുന്നു. ധ്യാനാവസ്ഥയിൽ ധ്യാനിക്കുന്ന വ്യക്തി പോലും ഈശ്വരനായി മാറുന്ന അവസ്ഥ. ധർമ്മ അധർമ്മ വിവർജിത. ദേവിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മം അധർമ്മം, തെറ്റ് ശരി, നന്മ തിന്മ ഈ വക ഭേദങ്ങളൊന്നുമില്ല. ധർമ്മ അധർമ്മ വിവർജിത, ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ച് കാണാത്തവൾ. വിശ്വരൂപ, പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും ദേവീ സാന്നിധ്യമുണ്ട്. ലോകത്തെ തന്നെ തൻ്റെ ശരീരമാക്കിയവൾ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ലളിതാംബികാദേവിയെ വിശ്വരൂപ എന്ന് വിളിക്കുന്നു. ഇനി നോക്കൂ, ജാഗരിണി. ജാഗരിണി എന്ന് ദേവിയെ വിളിക്കാനുള്ള കാരണം പറയുന്നതിന് മുൻപ് ഭാരതീയ തത്വശാസ്ത്രമനുസരിച്ച് മനുഷ്യൻ്റെ ബോധതലങ്ങൾ, ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന കാര്യത്തെപ്പറ്റി കുറച്ച് സംസാരിച്ചതിന് ശേഷം നമുക്ക് ജാഗരിണി എന്ന് ദേവിയെ വിളിക്കുന്നതിനുള്ള കാരണം നോക്കാം. 4 തലങ്ങളാണ് ബോധത്തിനുള്ളതെന്ന് പറയുന്നു. ഒന്ന് ജാഗ്രത് എന്ന ഉണർന്നിരിക്കുന്ന പൂർണ്ണ ബോധത്തോടെ, ശരീരത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെയുള്ള അവസ്ഥ, ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത് എന്ന അവസ്ഥ. 2 സ്വപ്നാവസ്ഥ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളും നമ്മൾ അടിച്ചമർത്തിയ രാഗദ്വേഷാദികളും എല്ലാം ഒരു സിനിമ പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന സ്വപ്നാവസ്ഥ. ഇത് പകുതി ഉറക്കത്തിലുള്ള അവസ്ഥയാണ്. 3 സുഷുപ്തി അഥവാ ഗാഠനിദ്ര. ഈ അവസ്ഥയിൽ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ശരീരം പൂർണ്ണ വിശ്രമത്തിലാകുന്ന അവസ്ഥയാണ് ഗാഠനിദ്രാവസ്ഥ അഥവാ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ. ഈ ഗാഠനിദ്ര ദഹനത്തിനും ശരീരത്തിലെ എല്ലാ റിപ്പയർ വർക്ക്സും നടക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അവസ്ഥയാണ്. ഗാഠനിദ്ര കിട്ടാത്തത് കൊണ്ടാണ്
ആധുനിക യുഗത്തിലെ നമ്മുടെ പല അസുഖങ്ങളും എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇനി 4ാമത്തെ അവസ്ഥയാണ് തുര്യ തുരീയം എന്ന സമാധി അവസ്ഥ. ബ്രഹ്മത്തെ അറിയുന്ന യോഗികൾക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ള അവസ്ഥയാണ് തുര്യ അഥവാ തുരീയ. ദേവിയെ ജാഗരിണി എന്ന് വിളിക്കുന്നു. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിക്കുന്ന ആ ജീവസ്വരൂപിണിയാണ് ദേവി. നമ്മളെ സദാ ജാഗരൂകരാക്കിയിരുത്തുന്ന, ഏറ്റവും ഊർജ്ജസ്വലതയോടെ പരിപാലിക്കുന്ന ജാഗരിണിയാകുന്നു ദേവി ലളിതാംബിക. 2 സ്വപന്തി. സ്വപന്തി എന്നാൽ സ്വപ്നാവസ്ഥ. നേരത്തെ പറഞ്ഞ പകുതി ഉറക്കത്തിലുള്ള അവസ്ഥ. അവിടെയും ജീവൻ നിലനിർത്തുന്നത് ആരാണ്? സ്വപന്തിയായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവി ലളിതാംബികയാണ്. തൈജസാത്മിക. സ്വപന്തി അവസ്ഥയിൽ, സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ജീവനെ വിളിക്കുന്ന പേരാണ് തൈജസൻ. ഈ തൈജസ രൂപത്തിലും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് ആരാണ്? ശ്രീ ലളിതാംബികയാണ്. അടുത്തത് നോക്കുക. 4 സുപ്ത. സുപ്ത എന്നാൽ സുഷുപ്തി അഥവാ ഗാഠനിദ്രാവസ്ഥ. ഗാഠനിദ്രാവസ്ഥയിൽ ശരീരം പൂർണ്ണ വിശ്രമത്തിലാകുമ്പോഴും ജീവൻ നിലനിൽക്കുന്നു. ജീവൻ ഇല്ലാതായാൽ പിന്നെ നമ്മുടെ കാര്യത്തിന് തീരുമാനമായില്ലേ. അപ്പോൾ ആ ഗാഠനിദ്രാവസ്ഥയിൽ പോലും, എല്ലാ ഇന്ദ്രിയങ്ങളും ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ പോലും നമ്മുടെ ഉള്ളിലെ ജീവനെ നിലനിർത്തുന്നത് ആരാണ്? ശ്രീ ലളിതാംബികയാകുന്നു. നമ്മുടെ ഉള്ളിലെ ദൈവിക ചൈതന്യം, നമ്മുടെ ഉള്ളിലെ ദേവി ഉണർന്നിരിക്കുന്നു. പ്രാജ്ഞാത്മിക. ആ സമയത്ത് ഗാഠനിദ്രാവസ്ഥയിൽ സുഷുപ്തിയിലാണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിക്കുന്ന ജീവനെ വിളിക്കുന്ന പേരാണ് പ്രജ്ഞ. ആ പ്രജ്ഞാരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്നത് ആരാണ്? ദേവി ലളിതാംബികയാണ്. തുര്യ നമ്മൾ പറഞ്ഞ 4ാമത്തെ ബോധതലം. സമാധി അവസ്ഥയിലും ആ സമാധി അവസ്ഥയിലെത്തിയ യോഗിയിലും വിളങ്ങുന്ന ആ ചൈതന്യം ആരാണ്? ദേവി ലളിതാംബികയാണ്. ഇനി എന്താ ദേവിയെ വിളിക്കുന്നത്? സർവ അവസ്ഥ വിവർജിത. എല്ലാ അവസ്ഥകളും ദേവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ത്രിഗുണങ്ങളും സത്വരജോ തമോ ഗുണങ്ങളും ത്രിലോകങ്ങളും, സ്വർഗ ഭൂമി പാതാളം എന്ന് പറയുന്ന ത്രിലോകങ്ങളും 3 അവസ്ഥകളും, ജാഗ്രത് സ്വപ്ന സ്വപന്തി എന്ന് പറയുന്ന 3 അവസ്ഥകളും ലളിതാംബിക ദേവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ഒരവസ്ഥയെയും വേർതിരിച്ച് കാണാത്ത ദേവി ലളിതാംബിക. സൃഷ്ടികർत्री. സർവ്വതിനും ജീവൻ പ്രദാനം ചെയ്യുന്ന ദേവി ലളിതാംബിക. ബ്രഹ്മരൂപ. സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ രൂപം സ്വീകരിച്ചവൾ, ബ്രഹ്മരൂപത്തിൽ അമരുന്നവൾ ദേവി ലളിതാംബിക. ഗോപ്ത്രി. ഗോ എന്നാൽ ഭൂമി എന്നർത്ഥം. ഗോപ്ത്രി എന്നാൽ ഭൂമിയിലെ സകല രഹസ്യങ്ങളും, ഭൂമിയിലെ സകലതും നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാന രഹസ്യങ്ങളെല്ലാം അറിയുന്നവൾ ഗോപ്ത്രി. ഗോവിന്ദരൂപിണി. സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ് ശ്രീ ലളിതാംബികയാണെന്ന് പറഞ്ഞു. ഇനി ഗോവിന്ദരൂപിണിയായ വിഷ്ണുവായി നിലനിന്നുകൊണ്ട് പ്രപഞ്ചത്തിലെ സകലതിനെയും നിലനിർത്തുന്ന, സകലത്തിനെയും സംരക്ഷിക്കുന്നതും ആരാണ്? ശ്രീ ലളിതാംബികയാണ്. ഇനി നോക്കുക. സംഹാരിണി. ദേവി തന്നെ സൃഷ്ടിക്കുന്നു. ദേവി തന്നെ ഗോവിന്ദരൂപിണിയായിരുന്നു കൊണ്ട് സകലത്തിനെയും സംരക്ഷിക്കുന്നു. അതേ ദേവി തന്നെ എന്ത് ചെയ്യുന്നു? സമയമാകുമ്പോൾ സകലത്തിനെയും സംഹരിക്കുന്നു. ഏതു രൂപത്തിലാണ് ദേവി ഈ സംഹാരം നടത്തുന്നത്? രുദ്രരൂപത്തിൽ. ഭഗവാൻ ശിവൻ്റെ രൂപമെടുത്തുകൊണ്ട് ദേവി സംഹാരകർമ്മവും നടത്തുന്നു. നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് പറയണ്ടായി, ശ്രീ ലളിതാ സഹസ്രനാമം ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ ഭാഗമാണ്. തന്ത്രവിധിയിൽ ലളിതാ ത്രിപുര സുന്ദരിയാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്നും
പ്രപഞ്ചത്തിൻ്റെ ആധാരമായി ലളിതാ ത്രിപുരസുന്ദരിയെ കണ്ട് ഉപാസിക്കുന്നവരാണ് ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുണ്ടായി. അപ്പോൾ ശ്രീവിദ്യാതന്ത്രത്തിൻ്റെ ഭാഗമായ ശ്രീലളിതാ സഹസ്രനാമത്തിൽ ശ്രീലളിതാ ത്രിപുരസുന്ദരിയെ സൃഷ്ടി സ്ഥിതി സംഹാര കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന പ്രപഞ്ചശക്തിയായി കണ്ട് ആരാധിക്കുന്നു. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം ഈ വിധത്തിൽ ദേവിയെ വർണ്ണിക്കുന്നു.